കിണ്ണം പടം എന്ന് പറയാം. കിണ്ണം പടം ഒരു മാരി സെൽവരാജ് പടം എന്ന് പറയുമ്പോൾ അതൊരു ബ്രാൻഡ് ഉണ്ടല്ലോ, അത് അങ്ങനെ കൃത്യമായിട്ട് സിഗ്നേച്ചർ ഇട്ടിട്ടുണ്ട്. തിയേറ്ററിൽ മസ്റ്റ് വാച്ച് എക്സ്പീരിയൻസ് ആണ് ഈ പടം. എന്താ പറയുക, നമ്മുടെ മാലവി സെൽവരാജ് എന്ന് പറയുന്നത് നമ്മുടെ മാമനായാലും ശരി, കർണനായാലും ശരി, വേറെ ലെവൽ ഒരു ഒരേ സമയം ഇമോഷണലാണ്. തിയേറ്ററിൽ നമ്മൾ ഗൂസ് ബംസ് എന്ന് പറയത്തില്ല, അങ്ങനെ ഒരുപാട് മൊമെന്റ്. ധ്രുവന്റെ ഒക്കെ പെർഫോമൻസ് ഗംഭീരം. ധ്രുവൻ എന്നൊരു ആക്ടറിനെ പുള്ളിക്കാരൻ നല്ലൊരു ഡയറക്ടറിനെ കൈ കിട്ടി എങ്ങനെ ഒരു ആക്ടറെ മോൾഡ് ചെയ്യാൻ പറ്റുമോ അതേപോലെ. ഇപ്പോൾ കുറച്ച് മുമ്പേ ലാൽ സാർ പറഞ്ഞിട്ടുണ്ട്, ഇപ്പോൾ ലാൽ സാറിനെ പോലെ ഒരു ആർട്ടിസ്റ്റ് മാരിസൺ സാറിൻ്റെ അടുത്ത് പോയിട്ട് ഇനി അടുത്ത പടം വരുമ്പോൾ എന്നെ വിളിക്കണം എന്ന് പറയണമെന്നുണ്ടെങ്കിൽ അത് അത് ഉണ്ടാകും ബ്രാൻഡാണ്. ചില ബ്രാൻഡുകൾ അങ്ങനെ ഉണ്ട്. അപ്പം വിശ്വസിച്ച് മാരി സെൽവരാജ് പടം ബൈസൺ ഇങ്ങനെ തിയേറ്ററിൽ ഇറങ്ങിപ്പോയി ധൈര്യമായിട്ട് ടിക്കറ്റ് എടുത്ത് കാണാൻ പറ്റുന്ന 100% വെർത്തായിട്ടൊരു പടമാണ് ബൈസൺ. നിങ്ങൾ തിയേറ്ററിൽ തന്നെ എക്സ്പീരിയൻസ് ചെയ്യാൻ ശ്രമിക്കുക. മ്യൂസിക് ആവട്ടെ, ചില സമയത്ത് നമുക്ക് സങ്കടം തോന്നും. ചില സമയത്ത് നോർമൽ തമിഴ് പടങ്ങൾ എന്ന് പറയുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന ചില ഇമോഷൻസ് ഉണ്ടാവും. ചില സമയത്ത് ഇമോഷൻ ആയിരിക്കും, അല്ലെങ്കിൽ ഫൈറ്റ് ആയിരിക്കും, പൊളിറ്റിക്കൽ ആയിരിക്കും. ഇതെല്ലാം ഉൾപ്പെടുന്ന ഒരു ഗംഭീര പടമാണ്. ഒരു നാടിൻ്റെ കഥ നമുക്ക് ഗംഭീരമായിട്ട് കാണാം. പുള്ളിക്കാരൻ പറയുന്ന പൊളിറ്റിക്സ് കൃത്യമായിട്ട് ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്.